ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. മൈസൂർ ഇപ്പോൾ ഉള്ളത് നമ്മുടെ മൈസൂരിൽ നേരെ ഊട്ടിയിലേക്ക് പോകുന്ന വഴിയാണ്. ഊട്ടിയിലേക്ക് പോകുന്നത് രണ്ട് വഴികളുണ്ട്. ഗുണ്ടൽപേട്ട് വഴി അങ്ങനെ പോയിട്ട് മസനഗുഡി വഴി പോകാം, അല്ലെങ്കിൽ ഗൂഡല്ലൂർ വഴി പോകാം. അപ്പോൾ ഗൂഡല്ലൂർ വഴി പോയി കഴിഞ്ഞാൽ കുറച്ച് പെട്ടെന്ന് എത്തും. പക്ഷെ നമുക്ക് നല്ല ത്രില്ലിംഗ് ആയിട്ട് നല്ല അടിപൊളി വ്യൂ ഒക്കെ കിട്ടി പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് പോയി ബന്ദിപ്പൂർ ഫോറസ്റ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ മുതുമല അതുവഴി മസനഗുഡി വഴി പോകണം കേട്ടോ. ഈ ഊട്ടിയിൽ പോകുമ്പോൾ എന്തായിട്ട് ഫോറസ്റ്റ് കിട്ടും. അപ്പോൾ മസനഗുഡി പോയി കഴിഞ്ഞാൽ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അടിപൊളി ഇതുണ്ട്, ഹെയർ പിൻ ഉണ്ട്. 36 ഹെയർ പിന്നിലെ ഒരു കാറ്റുണ്ട്. അത് അടിപൊളി ഇതാണെന്ന് പറഞ്ഞ് പോയവരൊക്കെ ഞാൻ വീഡിയോ ഒക്കെ നോക്കി. അപ്പോൾ അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ പോകുന്നത്. നമ്മളിപ്പോൾ മൈസൂരിന് ഏകദേശം ഒരു 100-110 കിലോമീറ്ററേ ഉള്ളൂ ഊട്ടിയിലേക്ക്. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൈസൂരിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത ഒരു 25 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നഞ്ചങ്കോടത്തൊരു വലിയൊരു ക്ഷേത്രമുണ്ട്. അത് വലിയ ക്ഷേത്രം നമ്മുടെ കാവേരി നദിയിലെ അടുത്തുള്ള, അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഭയങ്കര പുരാതനമായ വലിയ സംഭവങ്ങളൊക്കെ ആയ ഒരു ക്ഷേത്രമാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഗുണ്ടൽപേട്ട് വഴിയാണ് പോണേ. ആ ഗുണ്ടൽപേട്ട് വഴി പോയി പോകുന്ന വഴിക്ക് പിന്നെ ഇതൊക്കെ ഉണ്ട്, നമ്മുടെ വത്തക്കയില്ലേ, വാട്ടർമെലോൺ, അതിൻ്റെ വലിയ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ കാണിച്ചു തരാൻ പറ്റും, കാണിച്ചു തരാം. പിന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത് ബന്ദിപ്പൂർ ഫോറസ്റ്റ് വഴിയാട്ടോ പോകുന്നത്. ഫോറസ്റ്റ് വഴി പോകുമ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. ഏർലി മോർണിംഗ് പോകണം. അപ്പോഴായിരിക്കും കൂടുതൽ മൃഗങ്ങളെ കാണാൻ പറ്റുന്നത്. കാട്ടുപോത്ത്, മാന്, കടുവ, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പോൾ കാണാൻ പറ്റിയ ഭാഗ്യം. എന്തായാലും പോയി നോക്കി നോക്കാം. നമ്മളിപ്പോൾ യാത്ര തുടങ്ങി. നമ്മുടെ കൂടെ നമ്മുടെ നബീൽഖാനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നു. അപ്പോഴേ എനിക്കിങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഓക്കെ, വലിയ ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഏകദേശം ഒരു 10 മിനിറ്റോട് നമ്മുടെ ആ ക്ഷേത്രത്തിലെത്തും. പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഇതാ നമ്മുടെ മൈസൂർ എയർപോർട്ട് ഉണ്ട്. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, അത് നമ്മുടെ മൈസൂർ എയർപോർട്ടാണ് കേട്ടോ. ഇവിടുന്ന് നമ്മൾ ഊട്ടി റൂട്ട് പോകുമ്പോൾ ഒരു 5-6 കിലോമീറ്റർ കഴിഞ്ഞാടും റൈറ്റ് സൈഡിൽ മൈസൂർ എയർപോർട്ടാണ്. ഒരു ചെറിയൊരു എയർപോർട്ടാണ് കേട്ടോ, ചെറിയ സ്മോളൊരു എയർപോർട്ട്. ഇതാണ് മെയിൻ ഹൈവേ. കുറച്ചകത്തേക്ക് പോകണം കേട്ടോ. ഒരു 2 കിലോമീറ്റർ പോകണമെന്നാണ് ഗൂഗിൾ അമ്മച്ചി പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ ടൗണ്. ഇപ്പൊ നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയാണ്. ഇനി ഊട്ടിയിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ബോർഡർ മാറും, തമിഴ്നാട് ബോർഡറാവും. അതായത് നമ്മള് ബന്ദിപ്പൂർ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം ഫോറസ്റ്റ് തന്നെയാണ്. പക്ഷെ ഞാൻ നിങ്ങൾക്കൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതുണ്ടോ, സെയിം ഫോറസ്റ്റ്, സംഭവം സെയിം ഫോറസ്റ്റ് ആണ്. ഇത് ബന്ദിപ്പൂര്, ഇത് മുതുമല. ഇത് ഇവിടെ ബോർഡർ, ഈ വൈറ്റ് ഡോട്ട് ഉണ്ടോ, അതാണ് ബോർഡർ വരുന്നത്. അപ്പോൾ ഇത് പാസ് ചെയ്ത് കഴിയുമ്പോൾ ആ ഫോറസ്റ്റിൻ്റെ പേര് മാറി മുതുമല എന്നായി. നമ്മൾ കർണാടകയിൽ ഉണ്ടാകുമ്പോൾ ബന്ദിപ്പൂര്. ഓക്കെ, നമുക്ക് രണ്ട് വഴി പോവാം. ഇതുവഴി പോയിട്ട് ഇങ്ങോട്ട് ഊട്ടിയിൽ പോവാം. പിന്നെ ഇവിടുന്ന് നമുക്ക് ഈ മസനഗുഡി വഴിയും പോവാം. ഈ വഴിയാട്ടോ നമ്മൾ പോകുന്നത്. അതാണ് ത്രില്ലിംഗ് ആയിട്ടുള്ള വഴി. നമ്മൾ ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ഇതൊരു സൈഡാണ് ക്ഷേത്രത്തിൻ്റെ. നല്ല വലിപ്പുള്ള ക്ഷേത്രമാണ്. നോ പാർക്കിംഗ് ബോർഡൊക്കെ കാണുന്നുണ്ട്. ഇവിടെ പാർക്ക് ചെയ്യുന്നൊരു പിടുത്തമില്ല. മുല്ലക്കച്ചവടമൊക്കെ ഉണ്ട്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മെയിൻ. അപ്പോൾ അതിൻ്റെ അകത്തോട് കയറിയിട്ട് പോകണം. ഇതാണെന്ന് പുറത്തുനിന്നുള്ള വ്യൂ കേട്ടോ. വിൽക്കാ മുല്ലപ്പല്ല മാച്ച് ആർക്ക് കൊടുക്കാൻ? നമ്മളെ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാ കേട്ടോ. വണ്ടിയിൽ നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്കൂടെ കേട്ടോ എൻട്രൻസ്. ഇവിടെ നമുക്ക് ചെരുപ്പ് വെക്കേണ്ട സൗകര്യം ഉണ്ട് കേട്ടോ. ചെരുപ്പ് അമ്പലത്തിനകത്ത് കയറുമ്പോൾ ചെരുപ്പ് ഇടാൻ പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ചെരുപ്പ് വെക്കേണ്ട സൗകര്യമുണ്ട്. ചെരുപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. ചെരുപ്പ് ഇടാൻ വേണ്ടിട്ട് ഇത് ഇല്ലാന്നാ പറഞ്ഞ കേട്ടോ. എന്താ പറയേണ്ടത്, ചെരുപ്പ് ഇടാൻ പറ്റില്ല. അമ്പലത്തിലൊന്ന് കയറി നോക്കി നോക്കാം. ആ, ഇത് ഇവിടെയും മറ്റേ നന്ദിരെ ഇതൊക്കെ വെച്ചിട്ട് അവിടെയും ചെറുങ്ങനെ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സൈഡിൽ നമ്മുടെ ശിവന്റെ വലിയൊരു പ്രതിമയുണ്ട്, അത് കാണാം. നമുക്ക് ആദ്യം ഇതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം കേട്ടോ. ഇതിൻ്റെ അകത്തൊന്ന് കയറിയിട്ട് ഉള്ളത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം. വീഡിയോഗ്രാഫല്ല എല്ലോടെ തന്നെ അല്ലേ? എല്ലോടെ അല്ലെങ്കിൽ നോൺ എഴുതിയിട്ടുണ്ടാവില്ല. നമ്മളകത്ത് കയറുന്നുണ്ടേ.
പേരൊന്നും പറയുന്നൊന്നും കൊണ്ടുവരും. ഇതിവിടുന്ന് വെള്ളം വരുന്നുണ്ട്. അത് നമ്മൾ കാല് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെള്ളം വരുന്നത്. കാല് വാഷ് ചെയ്തിട്ട് വേണം അമ്പലത്തിൽ കയറാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കരിങ്കല്ലിൻ്റെ സംഭവങ്ങളാട്ടോ. ഇവിടെ ചെറിയ മണിയും കാര്യങ്ങളൊക്കെ ഉണ്ടാ. ഗ്ലാസ് വരാം. ഇവിടെ തുലാഭാരത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ആളിരിക്കും. ഇവിടെ നമ്മൾ നേർച്ചയ്ക്ക് എന്താ ഉപയോഗിക്കുന്നത് അതൊക്കെ അരിയാന്ന് തോന്നട്ടെ. മീൻ അരിയാന്ന് അവിടെ കാണുന്നത്. പിന്നെ അതിൻ്റെ അകത്ത് എന്താ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറുന്നില്ല കേട്ടോ. അതിൻ്റെ അകത്ത് നമുക്ക് കയറാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ കയറി കഴിഞ്ഞാൽ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കയറുന്നില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം നമ്മൾ ഇവിടെ വന്ന്. അതിൻ്റെ അകത്ത് കയറാൻ പറ്റാത്തതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് അകത്ത് നമ്മൾ കയറുന്നില്ല കേട്ടോ. ഇതൊക്കെ മൊത്തം കരിങ്കല്ല് കേട്ടോ. പഴയ കരിങ്കല്ലുണ്ടാക്കിയത് മൊത്തം കൊത്തുപണികൾ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയിട്ടാ. ഇതിൻ്റെ ഡോറ് ഉണ്ടോ? ഇതൊക്കെയാണ് ഇവിടെ കാണാനില്ലത്. ഇവിടെയും ഗണപതിയുടെ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിന് ഡോറുണ്ട്. ഇതാ വലിയ ഡോറാണ്. ഒരു 10-20 അടി ഹൈറ്റ് ഉണ്ടാവും കേട്ടോ ഡോറ്. മരത്തിൻ്റെ ഇതുണ്ട്. ഒരു സൈക്കിളുണ്ട്. ഇതാ എൻ്റെ ഹൈറ്റ് ഉണ്ട്. ഞാനും ഈ ടയർ നിൽക്കുമ്പോഴേ ഹൈറ്റ് ഉണ്ട്. ഇതാ രഥമാണ് ഇവിടുത്തെ ഫങ്ഷന്, ദസറ അങ്ങനത്തെ ഫങ്ഷനെല്ലാം ഉപയോഗിക്കുന്ന രഥമാണ്. ഇതിൻ്റെ ഹൈറ്റ് കാണിച്ചു തരാം. ടയർ ഞാൻ കാണിച്ചത്. നമ്മൾ സൈക്കിളുണ്ടോ, സൈക്കിളിൻ്റെ ടയറിൻ്റെ ഹൈറ്റ് ആണെന്ന് മനസ്സിലാവും. പിന്നെ ഇതാ ടോപ്പിലേക്ക് ഉണ്ട് കേട്ടോ. നല്ല ഹൈറ്റ് ഉണ്ട്. ഇതുപോലത്തെ അപ്പുറത്തുണ്ട്. ഇതൊരു ഷേപ്പ്. ഇത് റൂഫൊക്കെ ഉള്ളത് അത് വേറൊരു ഷേപ്പാട്ടോ അവിടെ കാണുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ അടുത്ത് തന്നെ നല്ലൊരു ശിവൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. അതാട്ടോ ശിവൻ്റെ ടെമ്പിൾ. അവിടത്തേക്ക് നമ്മൾ പോകുന്ന വഴിക്കുക നല്ല അടിപൊളി ഈ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ബിൽഡിങ് കാണുന്നുണ്ട്. അതെന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. മേലെ ഹോളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ട്. ഇതിൻ്റെ താഴെയൊക്കെ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. മുകളിൽ എന്താണെന്ന് അറിയില്ല. റൂംസ് ആണോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഇത് ഇവിടെ കേട്ടോ ശിവൻ്റെ ഇത് പ്രതിമയില്ല. നല്ല ഹൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് പാർക്ക് പോലത്തെ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. ഇവിടുന്ന് ഏകദേശം അങ്ങ് വരെ ഉണ്ട്. പക്ഷേ ആൾക്കാരിപ്പോൾ കയറ്റുന്നില്ല കേട്ടോ. ഈ സൈഡിൽ വാക്ക് വേ ഉണ്ട് സൈഡിലേ കൂടി. പക്ഷേ ആൾക്കാരിപ്പോൾ അലൗഡ് ചെയ്യുന്നില്ല. എന്താണെന്നറിയില്ല.
നമ്മളിത് അപ്പുറം ഫസ്റ്റ് കണ്ട പോലത്തെ വലിയ തേരുണ്ടായില്ല, അതിൻ്റെ ചെറിയ തേരുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ ഫങ്ഷൻസ് നടക്കുന്ന സമയത്താണ് ഇതൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നേരത്തെ കണ്ടതിൻ്റെ ഒരു പകുതി ഉണ്ടോ കേട്ടോ ഈ തേരൊക്കെ.